ഹായ് ഫ്രണ്ട്സ്, അക്കൗണ്ട്സ് ഡോക്ടറുടെ പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നാം ജേണൽ എൻട്രി ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ജേണൽ എൻട്രിയുടെ ട്രഡീഷണൽ അപ്രോച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. നമുക്കിനി മോഡേൺ അപ്രോച്ചിൽ എങ്ങനെ ജേണലൈസ് ചെയ്യാം എന്നുള്ളതാണ് പഠിക്കാനുള്ളത്. മോഡേൺ അപ്രോച്ച് പഠിക്കുമ്പോൾ നാം ബേസിക്കലി ശ്രദ്ധിക്കേണ്ട കേസ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണെന്ന് നാം ഓർത്തിരിക്കണം. അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നതാണ് ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റി ഈക്വൽസ് അസറ്റ്സ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷന്റെ ബേസിലാണ് നമുക്ക് മോഡേൺ അപ്രോച്ച് വെച്ച് ജേണൽ എൻട്രി ചെയ്യാൻ പറ്റുന്നത്. നമുക്കറിയാം ട്രഡീഷണൽ അപ്രോച്ചും മോഡേൺ അപ്രോച്ചും നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ട്രഡീഷണൽ അപ്രോച്ച് ആയിരിക്കും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ട്രഡീഷണൽ അപ്രോച്ചിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് വിശദീകരിച്ചത്. ട്രഡീഷണൽ അപ്രോച്ച് ശരിക്കും തറവായതിനു ശേഷം നമുക്ക് മോഡേൺ അപ്രോച്ചിലേക്ക് ചെന്നാൽ കുറച്ചും കൂടെ അത് ക്ലിയർ ആവും. അപ്പൊ നമുക്ക് മോഡേൺ അപ്രോച്ചില് എങ്ങനെ നമുക്ക് ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യാം, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. മോഡേൺ അപ്രോച്ച് വെച്ച് നാം മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ട് നമ്മുടെ അക്കൗണ്ട്സിനെ നമ്മൾ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. നമ്മള് ട്രഡീഷണൽ അപ്രോച്ച് വെച്ച് ചെയ്തപ്പോൾ റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് എന്നുള്ള ഗണത്തിലേക്ക് എല്ലാ അക്കൗണ്ടുകളും നമ്മൾ ആക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അക്കൗണ്ട്സിനെ പ്രധാനമായിട്ടുള്ള ഒരു 5 ക്ലാസിഫിക്കേഷൻസ്. 1 അസറ്റ്, 2 എക്സ്പെൻസസ്, 3 ലയബിലിറ്റീസ്, 4 ക്യാപിറ്റൽ, 5 ഇൻകം. ഈ 5 ഐറ്റം എന്താണെന്ന് മനസ്സിലാക്കുക. ഇതിന്റെ ഡെബിറ്റ് ക്രെഡിറ്റ് റൂള് എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇതൊരു പേപ്പറിൽ എഴുതിയിട്ടാല് നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അസറ്റ്സ്, എക്സ്പെൻസസ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ ആൻഡ് ഇൻകം. ഇത്രയായിട്ടുള്ളൂ. നമുക്കറിയാം സാധാരണ ഉള്ള അക്കൗണ്ടുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു, 5ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇതില് അസറ്റിനും എക്സ്പെൻസസിനും ശരിക്കും ശ്രദ്ധിക്കുക. അസറ്റ് ആൻഡ് എക്സ്പെൻസസ് ഹാവ് ഓൾവേസ് ഡെബിറ്റ് ബാലൻസ്. അസറ്റ് ആൻഡ് എക്സ്പെൻസസ് ഹാവ് ഓൾവേസ് ഡെബിറ്റ് ബാലൻസ്. എപ്പോഴും അസറ്റിനും എക്സ്പെൻസസിനും ഡെബിറ്റ് ബാലൻസേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ലയബിലിറ്റി, ക്യാപിറ്റൽ ആൻഡ് ഇൻകം ഹാവ് ഓൾവേസ് ക്രെഡിറ്റ് ബാലൻസ്. ലയബിലിറ്റീസിനും ക്യാപിറ്റലിനും ഇൻകത്തിനും എപ്പോഴും എന്ത് ബാലൻസ് ഉണ്ടാവുള്ളൂ? ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാവുള്ളൂ. ഇത് ശരിക്കും കൊണ്ട് തറവായാൽ മാത്രം മതി. അസറ്റ്, എക്സ്പെൻസസ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ലയബിലിറ്റീസ്, ക്യാപിറ്റല്, ഇൻകം ഇതിനെപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഈ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും ഇതിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക. നമ്മൾ പറഞ്ഞു ഒരു ഡെബിറ്റ് ആസ്പെക്ടിന് ഒരു തത്തുല്യമായിട്ട് ഒരു ക്രെഡിറ്റ് ആസ്പെക്ട് ഉണ്ടാവും. ഒരു ഇൻക്രീസ് ഉണ്ടെങ്കിൽ ഒരു ഡിക്രീസ് ഉണ്ടാവും. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റും ക്രെഡിറ്റും ആക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പം അസറ്റും എക്സ്പെൻസിനും എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അതായത് അതിന്റെ ഡെബിറ്റ് സൈഡ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുന്നത്. അസറ്റ് കൂടിയാൽ അല്ലെങ്കിൽ എക്സ്പെൻസസ് കൂടിയാൽ അതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡെബിറ്റ് ചെയ്താൽ മതിയാവും. അസറ്റ് കുറഞ്ഞാൽ അല്ലെങ്കിൽ എക്സ്പെൻസസ് കുറഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതിയാവും? ക്രെഡിറ്റ് ചെയ്താൽ മതിയാവും. അതായത് ഡെബിറ്റ് ബാലൻസ് ആണ് അസറ്റിനും എക്സ്പെൻസിനും ഉള്ളത്. ഏതെങ്കിലും അസറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്പെൻസ് പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ അതും ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഡെബിറ്റ് ചെയ്യും. ഏത് അസറ്റാണോ ഇൻക്രീസ് ചെയ്തത്, ഏത് എക്സ്പെൻഡിച്ചർ ആണോ ഇൻക്രീസ് ചെയ്തത് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഏത് അസറ്റ് ആണോ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് കുറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് എക്സ്പെൻസ് ആണോ കുറഞ്ഞിട്ടുള്ളത് അതിനെ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അതേപോലെ തന്നെ ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകം ഇതിനെപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാവുള്ളൂ. ഏത് ലയബിലിറ്റി ആണോ ഏത് ക്യാപിറ്റൽ ആണോ ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് അതിനെ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ അസറ്റിനെ ഡെബിറ്റ് ചെയ്യും. അസറ്റ് ഡിക്രീസ് ചെയ്താൽ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ ലയബിലിറ്റി നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്താൽ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇൻകം ഇൻക്രീസ് ചെയ്താൽ ഇൻകത്തിന് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അതേപോലെ തന്നെ ലയബിലിറ്റീസും ക്യാപിറ്റലും ഇൻകവും ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും. ഇത്തരം പഠിച്ചാൽ റൂള് മനസ്സിലാക്കാൻ പറ്റും. 5ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. അസറ്റ്, എക്സ്പെൻസസ് ഹാവ് ഓൾവേസ് ഡെബിറ്റ് ബാലൻസ് ആൻഡ് ലയബിലിറ്റീസ്, ക്യാപിറ്റൽ ആൻഡ് ഇൻകം ഹാവ് ഓൾവേസ് ക്രെഡിറ്റ് ബാലൻസ്. Increase in asset will be debited, decrease in asset will be credited. Increase in expenditure will be debited, decrease in expenditure will be credited. അതേപോലെ increase in liability, increase in capital, increase in income will be credited. Increase in decrease in liability, decrease in capital and decrease in income will be debited. ഇത്തരം പഠിച്ചാൽ മാത്രം മതിയാവും നമുക്ക് ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യാം. ഞാൻ ഓരോ എക്സാമ്പിൾ പറയാം, അത് ശ്രദ്ധിച്ചോളുക.
ഇത് നിങ്ങൾ ഇതേപോലെ ജസ്റ്റ് ഒരു നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് സിമ്പിൾ ആവും. ഒരു എക്സാമ്പിൾ പറയുന്നു. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹50,000. ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഉണ്ട്. കമൻസ്ഡ് ബിസിനസ് ആകുമ്പോൾ അതിനെ നമുക്ക് ക്യാപിറ്റൽ എന്ന് പറയാം. ക്യാഷ് അക്കൗണ്ട് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്. ഇവിടെ ക്യാഷ് ബിസിനസ്സിലേക്ക് വരികയാണ്, അതുകൊണ്ട് ക്യാഷിനെ ഇൻക്രീസ് ചെയ്തു എന്ന് പറയാം. അതേപോലെ തന്നെ ക്യാപിറ്റൽ ബിസിനസിനെ സംബന്ധിച്ച് ലയബിലിറ്റി ഒരെണ്ണം അധികരിക്കുകയാണ്, അതുകൊണ്ട് ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്തു. അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ലയബിലിറ്റി അതായത് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. എൻട്രി എന്തായി, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. മനസ്സിലാവുമല്ലോ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതേ രീതിയിൽ നമ്മള് ട്രഡീഷണൽ അപ്രോച്ചിൽ എങ്ങനെയാണോ ജേർണൽ എൻട്രി ചെയ്തത് അതേ രീതിയിൽ തന്നെ ജേർണൽ എൻട്രി വരുള്ളൂ. പക്ഷെ രണ്ട് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത് മാത്രം. നമുക്ക് ഏതാണോ എളുപ്പമായിട്ടുള്ള ഒരു അപ്രോച്ച് അതേ നമ്മൾ സെലക്ട് ചെയ്യാവുള്ളൂ. രണ്ടും കൂടെ കൂട്ടിക്കഴിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു അപ്രോച്ച് നമ്മൾ പഠിക്കുക, ആ അപ്രോച്ച് ശരിക്കും മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആ അപ്രോച്ച് മാത്രം നമ്മൾ അടിസ്ഥാനമായിട്ട് എടുക്കുക. ബേസിക്കലി നാം ട്രഡീഷണൽ അപ്രോച്ച് ശരിക്കും തറവായിട്ടുണ്ടെങ്കിൽ മോഡേൺ അപ്രോച്ച് പതിയെ ആയിക്കോളും. ട്രഡീഷണൽ അപ്രോച്ച് വെച്ച് നമ്മൾ ചെയ്തു നോക്കുക, അതിനുശേഷം നമ്മൾ മോഡേൺ അപ്രോച്ചിനെ കുറിച്ച് ചിന്തിച്ചാൽ മതിയാവുന്നതാണ് എന്റെ അഭിപ്രായം. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കിയേ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹10,000. ഇതിന്റെ ജേർണൽ എൻട്രി എങ്ങനെ വരും? ഇവിടെ പർച്ചേസ്ഡ് ഗുഡ്സ് അക്കൗണ്ടും ഉണ്ട്, അതേപോലെ തന്നെ ക്യാഷ് അക്കൗണ്ടും ഉണ്ട്. ഇവിടെ ബിസിനസിനെ സംബന്ധിച്ച് ക്യാഷ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ നോക്കുക. പർച്ചേസ്ഡ് ഗുഡ്സ് വാങ്ങി ക്യാഷ് കൊടുത്തു, അപ്പൊ ക്യാഷ് എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. ക്യാഷ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്യാഷ് അസറ്റ് ആണ്, അസറ്റ് ഡിക്രീസ് ചെയ്താൽ എന്തായി സംഭവിച്ചേ, അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇത്രേ ഉള്ളൂ. അതേപോലെ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു അസറ്റ് ആണ്. ഇത് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ നോക്കുക. പർച്ചേസ്ഡ് ഗുഡ്സ് നമ്മൾ വാങ്ങി എന്ന് പറയുമ്പോൾ ഗുഡ്സ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തായി, അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്താ, അസറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പൊ എന്തായി, ഡെബിറ്റ് ആയി. എൻട്രി എന്താ, ഗുഡ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഗുഡ്സിന്റെ ഡെബിറ്റ് വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പർച്ചേസസ് അക്കൗണ്ട്. ഗുഡ്സ് എന്ന് ഡയറക്റ്റ് നമ്മൾ അക്കൗണ്ടിൽ എഴുതാറില്ല, പകരം ഗുഡ്സ് എന്ത് കാരണത്തിലാണോ അവിടെ വന്നിട്ടുള്ളത്. ഇപ്പൊ പർച്ചേസ് ആണെങ്കിൽ പർച്ചേസസ് എഴുതണം. ഇപ്പൊ ഗുഡ്സ് ഗോസ് ഔട്ട് ആണെങ്കിൽ സെയിൽ ആണ് നമ്മൾ എന്ത് ചെയ്യും, സെയിൽ എഴുതും. ഇവിടെ ഇപ്പൊ പർച്ചേസ്ഡ് ഗുഡ്സ് ആണ്, അതുകൊണ്ട് പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. മനസ്സിലാവുമല്ലോ. അതേപോലെ തന്നെ വേറൊരു കേസ്, സാലറി പെയ്ഡ് ₹300. ഇവിടെ സാലറി അക്കൗണ്ടും ഉണ്ട്, അതേപോലെ തന്നെ ക്യാഷ് അക്കൗണ്ടും ഉണ്ട്. ഇവിടെ സാലറി എക്സ്പെൻഡിച്ചർ ആണോ ഇൻകം ആണോ നോക്കുക. സാലറി പെയ്ഡ് ആണ്, എക്സ്പെൻഡിച്ചർ ആണ്. എക്സ്പെൻഡിച്ചർ നമുക്ക് ബിസിനസിനെ സംബന്ധിച്ച് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തു, അതുകൊണ്ട് എക്സ്പെൻഡിച്ചർ നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ഇവിടെ ക്യാഷ് നമ്മൾക്ക് കുറയുകയാണ്, അതായത് സാലറി നമ്മൾ ക്യാഷ് കൊടുത്തു, നമ്മുടെ അസറ്റ് എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. അപ്പം അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. എൻട്രി എന്തായി, സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. മനസ്സിലാവല്ലോ. ഇതേ ഉള്ളൂ. നമ്മൾ ഈ റൂൾ ശരിക്കും ഇതിന്റെ 5 ക്ലാസിഫിക്കേഷൻ പഠിക്കുക. ഈ 5 ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ട് അതിന്റെ ഡെബിറ്റും ക്രെഡിറ്റും എന്താണ് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതിയാവും. ഡെബിറ്റ്, ക്രെഡിറ്റ്, അതേപോലെ ഇൻക്രീസ്, ഡിക്രീസ്, അത് അതിന്റെ പൊസിഷനിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു ചാർട്ട് നിങ്ങൾ വരച്ചിട്ടിട്ട് അതൊന്ന് മനസ്സിലാക്കിയാൽ എളുപ്പമുണ്ടാവും. ഇതാണ് മോഡേൺ അപ്രോച്ച്. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ട്രഡീഷണൽ അപ്രോച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്തി പഠിച്ചിട്ട് അത് തറവായതിനു ശേഷം മാത്രം മോഡേൺ അപ്രോച്ചിലേക്ക് കയറുക. അപ്പൊ കുറച്ചും കൂടെ എളുപ്പമാകും. പിന്നെ ഏതാണോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് നിങ്ങൾ പഠിച്ചോളുക. അപ്പൊ നമുക്ക് ഇതാണ് മനസ്സിലാകുന്നെങ്കിൽ ഇത് തന്നെ പഠിക്കാം. ട്രഡീഷണൽ അപ്രോച്ച് തന്നെ മനസ്സിലാക്കുന്നവരുണ്ട്, മോഡേൺ അപ്രോച്ച് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചായിരിക്കും. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിങ്ങൾ കുറച്ചധികം ടെക്സ്റ്റുകൾ നോക്കിയിട്ട് കുറെ ജേർണലൈസ് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ വഴി ബന്ധപ്പെടാവുന്നതായിരിക്കും.